അങ്ങനെ കൂട്ടുകാരന് കിട്ടിയ തേപ്പിൻ്റെ കാര്യമെല്ലാം കേട്ടുകൊണ്ട് തിരികെ വീട്ടിലേക്ക് എത്തിയ ഞാൻ ബോറടിച്ച് ഏതെങ്കിലും ഒരു ഫിലിം കാണാമെന്ന് വിചാരിച്ച് കണ്ടതാണ് ധമാക്ക എന്ന ഫിലിം. ഈ ഫിലിമിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ട് എനിക്ക് തോന്നിയത് നായകനായ രവി തേജ നായികയായ ശ്രീലീലയ്ക്ക് വേണ്ടി ചെയ്യുന്ന സാക്രിഫൈസ് ആണ്. ശ്രീലീല ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തൻ്റെ സഹോദരിയുടെ ബ്രദറായ നായകനെ വിളിച്ചു വരുത്തുകയാണ്. അവിടെ വെച്ച് നായികയെ കണ്ട് ഇഷ്ടപ്പെടുന്ന നായകൻ ജീവൻ പോയാലും ഇനി നായികയെ രക്ഷിച്ചേ പുറകോട്ടുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുകയും ഗുണ്ടകളെ നേരിടാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു. പക്ഷേ ഗുണ്ടകളെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവായിരുന്നു ഇതേ തുടർന്ന് അവിടെ സംഭവിച്ചത്. ഗുണ്ടകളോട് ഏറ്റുമുട്ടാൻ തയ്യാറായ നമ്മുടെ സുപ്രധാനമായ ഹീറോ പറയുകയാണ്, നിങ്ങളുടെ തലൈവനാരാണ്, അയാളെ തോൽപ്പിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. ഇതേ തുടർന്ന് ഈ കേസിനെ പറ്റി യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ ഏറ്റവും വലിയ ദ ഡോൺ എന്ന് പറയാവുന്ന ആളുടെ അടുത്തേക്ക് നമ്മുടെ നായകൻ നായികയെയും കൂട്ടി എത്തുന്നു. എന്താണ് പ്രശ്നമെന്ന് അവിടെ കാലത്തേറ്റ് ഇന്നിനി യുദ്ധമൊന്നും വേണ്ട എന്നുള്ള നിലപാടിലിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്ന വില്ലൻ ചോദിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് നമ്മുടെ പ്രിയ നായകൻ ഏതോ ഒരു തെരുവിലൂടെ പോകുമ്പോൾ തൻ്റെ നായികയെ ശല്യം ചെയ്ത ഗുണ്ടകളുടെ കാര്യം പറയുകയാണ്. മാത്രവുമല്ല, ഈ ഗുണ്ടകളെ ഞാൻ തല്ലിയാൽ ഇവരുടെ തലവനായ ആ സ്ട്രീറ്റിലെ ഗുണ്ട വരുമെന്നും അയാളെ തല്ലി തോൽപ്പിച്ചാൽ ആ സ്ട്രീറ്റിൻ്റെയും ആ നഗരത്തിൻ്റെയും ഗുണ്ടയായ മറ്റൊരാളും, അങ്ങനെ ആ കണ്ണിയിലെ ഏറ്റവും വലിയ എല്ലാവരുടെയും കിങ് ഓഫ് കിങ് ആയ നിങ്ങൾ ഇനി എന്നെ തേടി വരുമെന്നും പറയുന്നു. അതുകൊണ്ട് നിങ്ങളെ കൊല്ലാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊരു സിമ്പിളായ ലോജിക്. ഇത് കേൾക്കുന്ന നമ്മുടെ മെയിൻ ഗുണ്ട ഞെട്ടിപ്പോയിരിക്കുകയാണ്. യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ വന്ന് തന്നെ പഞ്ഞിക്കിടാൻ പോവുകയാണെന്ന്. ഇതേ തുടർന്ന് അടി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുക്കുകയായി നമ്മളുടെ മെയിൻ ഗുണ്ട. അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഹീറോയ്ക്ക് ജയിച്ചല്ലേ പറ്റൂ ഹീറോയിനെ ഇമ്പ്രസ് ചെയ്യാൻ. പൊരിഞ്ഞ അടി, അങ്ങാടിപ്പുറം പറമ്പ് മുഴുവൻ ഓടിച്ചിട്ട് അടി. ഒടുവിൽ ഹീറോ പറയുകയാണ്, ഇനി ഈ ജില്ലയിലെ അങ്ങാടിയിലൂടെ തേരാപാര നടക്കുന്ന എൻ്റെ ഗേൾഫ്രണ്ടിനെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് എന്ന്. എന്താലേ, ഒരു നായിക കാരണം കാലത്തേറ്റ് മനസമാധാനത്തോടെ ഒരു കോഫി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ഥലത്തെ വെറും മാഫിയ ഡോണിന്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ.